ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ടാബ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ടാബ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൊബൈലിലുള്ള ആ ഒരു ടാബല്ല. ഈ ഒരു ടാബ് എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പിലായാലും ടെലിഗ്രാമിലായാലും ഏതൊരു സോഷ്യൽ മീഡിയയിലെ ഏതൊരു ആപ്പ് എടുത്താലും നമുക്ക് ടോപ്പ് ബാറിൽ നമുക്ക് ഇതുപോലുള്ള ടാബ് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഇപ്പോൾ വാട്സപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാറ്റസിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റൊക്കെ, അതായത് നമ്മുടെ ചാറ്റൊക്കെ വരുന്ന ഒരു ഹോം പേജ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ടാബ് എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഇവിടെ ഹോം പേജ് ആണെന്ന് വിചാരിക്കുക, ഈ 1 എഴുതിയത്, ഈ ഒരു 2 എന്ന് എഴുതിയത് സ്റ്റാറ്റസ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ നോക്കാം, നമ്മുടെ ഈ ഒരു ഇതിൻ്റെ അകത്തുള്ള ബോഡിയിലുള്ള ആ ഒരു ടെക്സ്റ്റൊക്കെ മാറുന്നുണ്ട്. ഇവിടെ നമുക്ക് ഹോം പേജാണ്, ഇതൊരു സ്റ്റാറ്റസ് ബാറാണ്. ഇവിടെ നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഹോം പേജാണ്. ഈ സിമ്പിളായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ടാബ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് മാറുന്നുണ്ട്, അതുപോലെ തന്നെ ആ ഒരു കളറും മാറുന്നുണ്ട്. ഈ ഒരു ടെക്സ്റ്റൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ മാറ്റാൻ സാധിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് എന്തായാലും അറിയാം. ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്താലും മതി. അതായത് ലെഫ്റ്റിന് റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്താൽ നമുക്ക് ആ ഒരു ടാബ് അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മുടെ വാട്സപ്പിൽ ചെയ്യുന്ന അതേ ഒരു ഫീച്ചർ തന്നെയാണ് ഇതും. അപ്പോൾ നമുക്കിതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു കോഡ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കോഡ് എന്ന് പറയുന്നത് ആ ഒരു ടെംപ്ലേറ്റ്, അത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ആ ഒരു ടെംപ്ലേറ്റ് ഇമ്പോർട്ട് ചെയ്യുക. അതായത് ടെംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തൊട്ട് തന്നെ ടെംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം ഇത് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുക, ബിൽഡർ. അതുപോലെ തന്നെ ഈ ഒരു ആപ്പ് ഇമ്പോർട്ട് ചെയ്യുക, അതായത് ഈ ഒരു ആപ്പ്. അതിനുശേഷം നിങ്ങൾ ഈ ഒരു കോഡൊന്നും നോക്കണ്ട, ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ക്ലാസ് ഇമ്പോർട്ട് ചെയ്യുക. ഈ ഒരു ക്ലാസ് ഇവിടം വരെ ഒരു ക്ലാസ് ഇമ്പോർട്ട് ചെയ്യുക. ഈ ഒരു ക്ലാസ്സിൽ ഇതൊക്കെ സ്പെല്ലിംഗ് ഒന്നും മാറരുത്, ഈ ഒരു സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. അതിനുശേഷം നിങ്ങൾ ഇതൊന്ന് ഔട്ട്പുട്ട് റൺ ചെയ്യുക. ഇതാണ് നമ്മുടെ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. എല്ലാ വീഡിയോയിലും ഇതേ ടെംപ്ലേറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആ ടെംപ്ലേറ്റിനകത്ത് ചെറിയ ചെറിയ മാറ്റം മാത്രമേ വരുത്തുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കിവിയാണ് നമ്മൾ റിട്ടേൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കിവി നമ്മളിവിടെ സ്ട്രിങ് ആയിട്ട്, അതായത് 3 സ്ട്രിങ് ആയിട്ട്, ഇത് സ്ട്രിങ് ആണ്. അതായത് സ്ട്രിങ് എന്ന് പറയുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ലൈനിൽ ഇടാൻ പറ്റുന്ന സ്ട്രിങ് ആണിത്. അപ്പോൾ നമ്മൾ ആ സ്ട്രിങ് ആയിട്ട് നമ്മൾ അതിനെ പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രിങ് ഇത് വർക്ക് ചെയ്യുന്നത്, ടെംപ്ലേറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെംപ്ലേറ്റിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾ മാറ്റിക്കൊണ്ടാണ് നമ്മളിവിടെ ടാബ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ടാബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഓൺലൈൻ ഐറ്റംസ് ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് ആദ്യം വേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു ടാബ് എന്ന് പറഞ്ഞിട്ടുള്ള UIXൻ്റെ, അതായത് കിവി MDയുടെ വിഡ്ജറ്റ് വേണം. ഇത് ഇങ്ങനെ തന്നെ ഇമ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫ്ലോട്ട് ലേഔട്ടും വേണം. അതിനുശേഷം നമ്മൾ ടോസ്റ്റ് വേണം ഇമ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. ഞാനൊന്ന് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ടോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു MD ബോക്സ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സ്ക്രീനാണ്, അതിൻ്റെ അകത്താണ് നമ്മൾ ടാബ് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് MD ടാബ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കിവി MDയിൽ തന്നെ ഒരു വിഡ്ജറ്റ് ഉണ്ട്. ഇതാണ് MD ടാബ് എന്ന് പറഞ്ഞിട്ടുള്ള വിഡ്ജറ്റ്. അത് ഇമ്പോർട്ട് ചെയ്യുക ആദ്യം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതൊക്കെ ഒരു ID കൊടുക്കുക, കാരണം നമ്മൾ ഈ ഒരു ID നമ്മൾ വിളിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ടാബ്, അതായത് ഇതൊരു ക്ലാസ് ആണ്, ടാബ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്. ആ ഒരു ക്ലാസ് നമ്മളിവിടെ വിളിക്കുന്നുണ്ട്. ഈ ഒരു ക്ലാസ് നമ്മളിവിടെ കൊടുക്കുക. അതിന് ടൈറ്റിൽ എന്താണോ കൊടുക്കേണ്ടത് നിങ്ങൾക്കത് കൊടുക്കാവുന്നതാണ്. ഹോം ആണെങ്കിൽ ഹോമും, അതുപോലെ തന്നെ സ്റ്റാറ്റസ് ആണെങ്കിൽ സ്റ്റാറ്റസും. ഞാനിവിടെ ഹോം തന്നെ കൊടുക്കാം. ഹോം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് വേണം കൊടുക്കാവുന്നതാണ്, നിങ്ങളുടെ അനുസരിച്ച് എന്ത് വേണം കൊടുക്കാം. നമുക്കിവിടെ വേണമെങ്കിൽ സ്റ്റാറ്റസ് കൊടുക്കാം. അതിനുശേഷം ഇത്രയേ ഉള്ളൂ. അതായത് ആ ഒരു ടാബിൻ്റെ മുകളിൽ, അതായത് ടൈറ്റിൽ എന്താണ് വേണ്ടത് ആ ടൈറ്റിൽ കൊടുത്താൽ മാത്രം മതി. അതിൻ്റെ അകത്ത് വേണ്ട സാധനമൊക്കെ നമ്മൾ ഇവിടെയാണ് കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് പ്രിൻ്റ് ചെയ്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഓൺലൈൻ ലിസ്റ്റാണ് ഇതിൻ്റെ അകത്ത് വേണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിവിടെ പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഹോം എന്ന് വന്നിട്ടുണ്ട്, സ്റ്റാറ്റസ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാറ്റസിനകത്തൊക്കെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് കാണാൻ സാധിക്കും. ഈ ഒരു ടെക്സ്റ്റിൻ്റെ പകരം നമുക്ക് വാട്സപ്പിൻ്റെയോ അതായത് ടെലിഗ്രാമിൻ്റെ ഒക്കെ ലിസ്റ്റ് ഐറ്റംസ് ആണ് വേണമെങ്കിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലാണ് ലിസ്റ്റ് ഐറ്റംസിനെ കുറിച്ച് പഠിപ്പിച്ചത്, അതേപോലത്തുള്ള ഐറ്റംസ് ആണ് വേണമെങ്കിൽ ഈ ഒരു MD ലേബിൾ മാറ്റിയിട്ട് അവിടെ നിങ്ങൾ ഓൺലൈൻ ഐറ്റംസ് ലിസ്റ്റ് ഇട്ടിട്ട് MD ലിസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾ അതിട്ടാൽ മതി. ഓൺലൈൻ ലിസ്റ്റ് ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ടാബിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ 2 ടാബ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു ടാബ്, അതായത് ഇതാണ് നമ്മുടെ ക്ലാസ്. ഈ ഒരു ക്ലാസ് നമ്മൾ വിളിക്കണം. അതിനോട് നമ്മളിവിടെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്ലോട്ട് ലേഔട്ടാണ്. അതൊരു തരം ലേഔട്ടാണ്, ബോക്സ് ലേഔട്ട് പോലെ. അതുപോലെ തന്നെ നമ്മൾ MD ബേസ് നമ്മളിവിടെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളത് പാസ് ചെയ്യുന്നുണ്ട്. എന്ത് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റായി അത് പാസ് ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഫംഗ്ഷൻ കൂടി വിളിക്കുകയാണ്. ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ വിളിക്കുന്നതിനും ചോദിക്കുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ സ്വിച്ച് ചെയ്യുമ്പോൾ, അതായത് നമ്മളിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ
ഈ ഒരു സ്ക്രീനും അതുപോലെ തന്നെ ഈ ഒരു സ്ക്രിപ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സ്ക്രീൻ നമുക്ക് മാറി മാറി വരേണ്ടതുണ്ട്. അതുമാണ് നമ്മൾ ഓൺ ടാബ് സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് വിളിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു ഫംഗ്ഷനാണ് വിളിക്കാൻ പോകുന്നത്, ഓൺ ടാബ് സ്വിച്ച്. നിങ്ങൾക്ക് എന്ത് വേണം കൊടുക്കാവുന്നതാണ് ഈ ഒരു ആർഗ്യുമെൻറ്റ് മെത്തേഡ്. ഇവിടെയാണ് നമ്മൾ ഈ ഒരു സംഭവം വിളിക്കുന്നത്. ഇതിനെ വെച്ചിട്ട് എനിക്ക് ശരിക്കും അറിയില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തായാലും പറയാം. ആർഗ്യുമെൻ്റാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഏതൊരു ആർഗ്യുമെൻ്റ് ആയിരിക്കും നമ്മൾ ആ ഒരു ഫംഗ്ഷൻ വിളിക്കുകയാണ്. ആ ഒരു ഫംഗ്ഷനകത്ത് ഇതേപോലെ തന്നെ നിങ്ങൾ എഴുതണം, ഒരു മാറ്റം വരുത്തരുത്, ഇതേപോലെ തന്നെ നിങ്ങൾ എഴുതണം. അതായത് ഓൺ ടാബ് ഇൻസ്റ്റൻസ് വേണം, ഇൻസ്റ്റൻസ് ടാബ്, ഇൻസ്റ്റൻസ് ടാബ്, ഇൻസ്റ്റൻസ് ടാബ് ലേബിൾ, ഇൻസ്റ്റൻസ് ടാബ് ടെക്സ്റ്റ്. ഇതൊക്കെ നമുക്ക്, അതായത് നമ്മളിപ്പോൾ ഓരോ ഇത് മാറുമ്പോൾ, അതായത് ഇപ്പോൾ ഞാനിവിടെ മാറ്റുമ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റാണ് ഇവിടെ നമുക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ, അതായത് ആ ഒരു ടെക്സ്റ്റ് ഇവിടെയുണ്ട്, അതായത് ആ ഒരു ലേബിൾ നമുക്ക് ഇവിടെ കിട്ടും. ടാബ് ടെക്സ്റ്റ് ഞാനിവിടെ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടാബ് ടെക്സ്റ്റ് നമുക്കിവിടെ പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ടാബ് ടെക്സ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളുണ്ട്, ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയാം. അതായത് ഈ ഒരു ഇതൊക്കെ പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും ലേബിളൊക്കെ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു സംഭവം ഇവിടെ വിളിക്കുന്നത്. ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതുക. അതിനുശേഷം നിങ്ങൾ ടോസ്റ്റ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ടോസ്റ്റിൻ്റെ മാറ്റി ഞാനിവിടെ ഒരു കാര്യം കൂടി പ്രിൻ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് സപ്പോസ് എനിക്ക് ഏത് ടാബാണ് മാറുന്നത് ആ ഒരു ടാബിൻ്റെ ടെക്സ്റ്റാണ് വേണമെങ്കിൽ നിങ്ങൾ അതായത് നമ്മൾ അവിടെ കൊടുത്ത ആ ഒരു ടെക്സ്റ്റ് നിങ്ങളിവിടെ വിളിച്ചിട്ട് ഒന്ന് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഏത് ടാബാണോ മാറുന്നത് ആ ഒരു ടാബിൻ്റെ ടെക്സ്റ്റ് നമുക്ക് ഇവിടെ വരുന്നതാണ്. സോറി, എന്തൊരു ഇറർ ഉണ്ട്. നിങ്ങളിവിടെ നോക്കുക, ഏത് ടാബാണോ മാറ്റിയത് ആ ടാബിൻ്റെ ടെക്സ്റ്റ് നമുക്കവിടെ വരുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ടാബ് ക്ലിക്ക് ചെയ്ത് ഹോം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, ഈ ഒരു ക്ലിക്ക് ചെയ്ത് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മാറാനുള്ള കാരണം, അതായത് ഈ ഒരു സ്റ്റാറ്റസും ഹോമും മാറാനുള്ള കാരണം ഇവിടെ നമ്മൾ ടാബ് ടെക്സ്റ്റാണ്, അതായത് അതിൻ്റെ ടൈറ്റിൽ എന്താണോ അത് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.